Okay, next question നോക്കാം. Following chemical species were reported for water sampled from a well. Species തന്നിട്ടുണ്ട്, അതേപോലെ concentration in milli equivalent per liter തന്നിട്ടുണ്ട്. Chloride 15, sulfate 15, carbonate 5, bicarbonate 30, calcium 12, magnesium 18, pH 8.5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 1500 തന്നിട്ടുണ്ട്, 2000 തന്നിട്ടുണ്ട്, 3000 തന്നിട്ടുണ്ട്, അതേപോലെ 5000 തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഹാർഡ്നെസ് ആണ്. ഓക്കെ, ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മേജർ കമ്പോണന്റ്? കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം അല്ലേ. അപ്പോൾ ജസ്റ്റ് അതിനെ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് മില്ലി ഇക്വലന്റ് ആയതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 12 + 18 ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 50 CSU3 റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500 mg per liter. ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്? മാച്ച് ആവുന്നത് നമ്മുടെ ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് മാച്ച് ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Alkalinity present in water in mg per liter as CaCO3 is 250, 1500, 1750, 5000. ഓക്കെ, അപ്പോൾ അതേപോലെ ആൽക്കലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. എന്താണ്? നമുക്കിപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഓൾറെഡി അറിയാം ആൽക്കലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രോണിയം അയൺ, അതേപോലെ നമുക്ക് നെഗറ്റീവ് ആൽക്കലിറ്റി പ്രൊവൈഡ് ചെയ്യും, അതേപോലെ ഹൈഡ്രോക്സൈഡ് അയൺ ഉണ്ട്, അതേപോലെ ടോട്ടൽ നമ്മുടെ ആൽക്കലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ബൈകാർബണേറ്റ്, കാർബണേറ്റ് എല്ലാം നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? നമുക്ക് ഹൈഡ്രോണിയം അയൺ, അതേപോലെ ഹൈഡ്രോക്സൈഡ് അയൺ നമുക്ക് എന്താണ്? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ബൈകാർബണേറ്റ്, അതേപോലെ കാർബണേറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ആൽക്കലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സൈഡ് അയൺ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ഓപ്ഷൻ എന്താണ്? ക്ലോസ് അല്ല. ഓക്കെ, വേറെ വേരിയിങ് ആണ്, അതേപോലെ വളരെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കണം? ബൈകാർബണേറ്റ് എടുക്കണം, അതേപോലെ കാർബണേറ്റ് എടുക്കണം, 5 and 30. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആൽക്കലിറ്റി എന്ന് പറയുമ്പോൾ 5 + 30 ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 50 ആസ് CSU3 റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 1750. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1750 നമുക്ക് ആൽക്കലിറ്റി കിട്ടും. ഓക്കെ, 1750. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മിനിമം ഓഫ് ആൽക്കലിനിറ്റി, അതേപോലെ ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ്സും അതേപോലെ ആൽക്കലിനിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 1750. അതേപോലെ നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ 1500. ഓക്കെ, ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? 1500. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഏതിനാണ് എടുക്കുന്നത്? ഇതിൽ മിനിമം വാല്യൂ. മിനിമം ഏതാണ്? 1500 ആണ് നമ്മുടെ മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കും? കാർബണേറ്റ് ഹാർഡ്നെസ് = 1500. ഓക്കെ, 1500. അതേപോലെ അപ്പോൾ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിരുന്നെങ്കിൽ 1500 ആയിരുന്നേനെ. അതേപോലെ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർബണേറ്റ് ഹാർഡ്നെസ് പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1500, അതേപോലെ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? 1500. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിരുന്നെങ്കിൽ അത് ഈക്വലൻ ടു 0 വരുന്നതിന്. ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആൽക്കലിറ്റി മാത്രമാണ്, 1750. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പം എല്ലാ ആസ്പെക്റ്റും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? വാട്ടർ കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഡിസോൾവ്ഡ് അയൺ. ഓക്കെ, വാട്ടറിൽ ഫോളോയിങ് ഡിസോൾവ്ഡ് അയൺ തന്നിട്ടുണ്ട്. സോഡിയം 56, കാൽഷ്യം 40, മെഗ്നീഷ്യം 30, അലൂമിനിയം 3, ബൈകാർബണേറ്റ് 190, അതേപോലെ ക്ലോറിൻ 165. ഓക്കെ, pH ഓഫ് വാട്ടർ ഈസ് 7. അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അറ്റോമിക് വെയിറ്റ് കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, ഹൈഡ്രോജൻ, കാർബൺ എല്ലാം, ഓക്സിജൻ, അതേപോലെ സോഡിയം, ക്ലോറിൻ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമ്മൾ n നമ്പർ ഓഫ് ടൈംസ് നോക്കിയതാണ്. നമ്മൾ എന്താണ് സിമ്പിളായിട്ട് ചെയ്യേണ്ടത്? ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം, ആദ്യം നമ്മൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം എടുക്കണം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് 40/2, നമ്മുടെ 40/2 എന്ന് പറഞ്ഞാൽ വാലൻസി, 40/വാലൻസി. അപ്പോൾ എത്ര വരും? ഇവിടെ നമ്മുടെ 20 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് സിംപ്ലിഫൈഡ് ഫോമിൽ തന്നെ എഴുതാം. ജസ്റ്റ് പറയാം എങ്ങനെ ചെയ്യുന്നത്, ബിക്കോസ് നമ്മൾ കുറേ പ്രശ്നം ചെയ്തുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽഡ് സ്റ്റെപ്സിൽ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് total hardness is equal to 40/40/2 അതിൻ്റെ വാലൻസി. ഓക്കെ, അപ്പോൾ എത്രയാണ്? 20 പ്ലസ്
പ്ലസ് എന്താണ് നമുക്ക് മെഗ്നീഷ്യം എത്രയാണ് 30 ഡിവൈഡഡ് ബൈ 24/2 അപ്പോൾ എത്ര വരും 12 പ്ലസ് നമ്മൾ മിസ് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം മാഗ്നീഷ്യം മാത്രമല്ല, മൾട്ടി വാലന്റ് കാറ്റയോൺ ഫുള്ള് നോക്കണം. ഓക്കെ, മൾട്ടി വാലന്റ് കാറ്റയോൺ അലൂമിനിയം കൂടെ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എത്രയാണ് 3. ഓക്കെ, അപ്പോൾ 3 കൂടെ ഉണ്ട്, അത് നമ്മൾ മിസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, 3/27/3 അഗെയിൻ 27/3 നമ്മൾ ചെയ്യുമ്പോൾ 9 വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റു 50 ചെയ്യണം ആ CO3 റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 241.6 mg/L കിട്ടും നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ്. ഓക്കെ, 241.6 എന്ന് കിട്ടും. ഓക്കെ, 241.6 നമുക്ക് ആൻസർ കിട്ടും ഇൻ കേസ്. ഓക്കെ, ടോട്ടൽ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽക്കലിനിറ്റിയും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ഹാർഡ്നെസ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം ആൽക്കലിനിറ്റി. ആൽക്കലിനിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബൈകാർബണേറ്റ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ബൈകാർബണേറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബൈകാർബണേറ്റ് HCO3. ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് 190/61. അതിൻ്റെ ബാലൻസ് ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. നമ്മൾ മോളിക്കുലർ വെയിറ്റ് നമ്മൾ ബാലൻസ് വെച്ച് ഡിവൈഡ് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെപ്റ്റ് ആയിട്ട് നോക്കിയതാണ്. ഓക്കെ, 190/61 ഇൻറ്റു എന്ത് ചെയ്യണം 50 ആസ് CO3. അപ്പോൾ ഇതിൻ്റെ എത്ര കിട്ടും, ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 155.73 mg/L. ഓക്കെ, 155.73 mg/L കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽക്കലിനിറ്റി കിട്ടി. നമുക്ക് കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് മിനിമം ഓഫ് ആൽക്കലിനിറ്റി ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ്. ഓക്കെ, മിനിമം ഓഫ് ആൽക്കലിനിറ്റി ഓർ ടോട്ടൽ ഹാർഡ്നെസ്സിനാണ് നമ്മൾ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് നമ്മുടെ ആൽക്കലിനിറ്റി എത്രയാണ് 155.73. ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ് നമുക്ക് 241.6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മിനിമം വാല്യൂ എത്രയാണ് 155.73 ആണ് മിനിമം വാല്യൂ. 155.73 ആണ് മിനിമം വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കാർബണേറ്റ് ഹാർഡ്നെസ്. അതേപോലെ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഹാർഡ്നെസ് ഇസ് ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ് പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 241.6 ഈക്വൽ ടു 155.73 പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമുക്ക് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ഇസ് ഈക്വൽ ടു 241.6 മൈനസ് 151.73 ചെയ്യുമ്പോൾ നമുക്ക് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് നമുക്ക് കിട്ടും. അത് എത്രയാണ് മൈനസ് ചെയ്യുമ്പോൾ 85.86 mg/L. ഓക്കെ, അപ്പോൾ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി. ഓക്കെ, അപ്പോൾ കാർബണേറ്റ് ഹാർഡ്നെസ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തന്നെ, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 155.73. അതേപോലെ ആൽക്കലിനിറ്റി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആൽക്കലിനിറ്റി എത്രയാണ്, അതും 155.73 ആണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നമ്മുടെ എന്താണ് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എത്രയാണ് 241.6, അതായത് സി 241.6 240. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ 242, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ 155, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ 85.86. ഓക്കെ, അപ്പോൾ എല്ലാ ആസ്പെക്റ്റും ഇതിലും കവർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റാൻഡേർഡ് മൾട്ടിപ്പിൾ tube fermentation test was conducted on a sample of water from a surface stream. The result of the analysis for the confirmed test are given below. In problem already നമ്മൾ നോക്കിയതാണ്. നമുക്ക് സാമ്പിൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പോസിറ്റീവ് റിസൾട്ട് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് നെഗറ്റീവ് റിസൾട്ടും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രാവശ്യം ഡയല്യൂട്ട് ആയി അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്ര ടൈംസ് ഡയല്യൂട്ട് ആണ്, 10 ടൈംസ് ഡയല്യൂട്ടഡ് ആണ്. ഓക്കെ, അത് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. ഫോർമുലാസിലൊന്നും പോകണ്ട, ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് 10 ടൈംസ് ഡയല്യൂട്ടഡ് ആണ്. 1.1 അതേപോലെ 0.1 നിന്ന് 0.0 ആണ്. അപ്പോൾ 10 ടൈംസ് ഡയല്യൂട്ടഡ് ആണ് നമുക്ക് പറയാൻ പറ്റും സിമ്പിൾ ആയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് സാമ്പിൾ 431, ഇത് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 431 നോക്കണം. അതേപോലെ നമുക്ക് എന്താണ് കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ 4
4-2-1 തന്നിട്ടുണ്ട്, അതേപോലെ 4-3-1 തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് നോക്കേണ്ടത്? 4-3-1 മാത്രം നോക്കി. ഇത്ര വലിയ പാരഗ്രാഫ് ആണ്, ബട്ട് നമുക്ക് ഫുൾ ആയിട്ടുള്ള റീഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പാരാമീറ്റർ നമുക്ക് നോക്കണം? ഈ ഒരു ലൈൻ മാത്രം നോക്കിയാൽ മതി. എത്രയാണ് MPN വരുന്നത്? MPN ഇൻഡെക്സ് എന്ന് വരുന്നത് MPN ഇൻഡെക്സ് പെർ 100 ml വരുന്നത് എത്രയാണ്? 33 ആണ്. ഓക്കെ, അപ്പം 33 ആണ്. അതേപോലെ നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ്? യൂസിങ് ദ അബവ് MPN ഇൻഡെക്സ് ടേബിൾ ദ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് ദ സാമ്പിൾ. മോസ്റ്റ് പ്രോബബിൾ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ട്ലി 33 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്ത് നമുക്ക് കോൺസെൻട്രേഷൻ കൂടെ നോക്കാനുണ്ട്. 33 × 10 കോൺസെൻട്രേഷൻ കൂടെ നമ്മൾ നോക്കാനുണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ നമ്മൾ നമ്മുടെ സാമ്പിൾ അല്ലെങ്കിൽ MPN ഇൻഡെക്സ് പെർ 100 ml തന്നിട്ടുള്ള വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 330 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 330. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡി. ഓക്കെ, അപ്പം അതാണ് 330 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Result of water sample analysis are as follows. Okay, cation തന്നിട്ടുണ്ട്, concentration in mg per liter തന്നിട്ടുണ്ട്, equivalent weight തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാം. എന്താണ്? നമുക്ക് 50 CaCO3 ഫോമിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ ഹാർഡ്നെസ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ ആണ്. ഓക്കെ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും കാൽഷ്യം മാഗ്നീഷ്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, കാൽഷ്യം മാഗ്നീഷ്യം ഞാൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ചെയ്യുന്നത്? ബിക്കോസ് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്? 10/12.2 പ്ലസ് 55/20 ഇൻറ്റു 50 as USU3 equal to 178.48 mg per liter. Okay, 178.48. ഓക്കെ, 178 എന്ന് പറയുമ്പോൾ എത്രയാണ്? 179. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two sample of water A and B have pH values of 4.4, 6.4 respectively. Okay, 4.4-ഉം 6.4-ഉം തന്നിട്ടുണ്ട്. നമ്മുടെ ടു വാട്ടർ സാമ്പിൾ എൻ്റെയും ബിൻ്റെയും. How many times more acidic sample A is than sample B? Okay, A sample എന്ന് പറയുന്നത് എത്ര ടൈംസ് acidic ആണ് than that of B എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0, 15, 100, 200. ഓക്കെ, അപ്പം ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നിട്ടുണ്ട് pH ഓഫ് A എത്രയാണ്? 4.4. നമ്മളിങ്ങനെ എഴുതുന്നത് H പോസിറ്റീവ് അയൺ ഈക്വൽ ടു 10⁻⁻4.4. അതേപോലെ നമുക്ക് എന്താണ്? pH ഓഫ് B എത്ര തന്നിട്ടുള്ളത്? 6.4. നമ്മളിങ്ങനെ എഴുതും H പോസിറ്റീവ് അയൺ ഈക്വൽ ടു 10⁻⁻6.4. ക്ലിയർ ആണല്ലോ? ഇതിൽ ആർക്കും ഡൗട്ട് കാണത്തില്ല. നെക്സ്റ്റ് എന്താണ്? A എത്ര അസിഡിക് ആണ് ആസ് കമ്പയർഡ് ടു ബി? ഓക്കെ, A എത്ര അസിഡിക് ആണ് ആസ് കമ്പയർഡ് ടു ബി? A എത്ര അസിഡിക് ആണ് ആസ് കമ്പയർഡ് ടു ബി? സിമ്പിൾ ആയിട്ട് ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 10⁻⁴.4 ബൈ 10⁻⁻6.4. അപ്പോൾ എന്താണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻² എന്ന് കിട്ടും. ഓക്കെ, 10⁻² എന്ന് നമുക്ക് കിട്ടും. ഇത് മേളിലോട്ട് പോകും. അപ്പോൾ എത്രയാണ്? 10⁻6.4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻², അതായത് 100. ഓക്കെ, അപ്പം അതാണ് 100 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? സി. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ മാറ്റി മാറ്റി തരും. അതനുസരിച്ച് ജസ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു.